ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഏറെ ശ്രദ്ധയോടെ നോക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ഏറെ ആകാംക്ഷയോടെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു മണ്ഡലം സാക്ഷാൽ വയനാടാണ്. കാരണം രണ്ട് ദേശീയ നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കാൻ നിൽക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വീണ്ടും രണ്ടാമത്തെയും ഒരു വരവ്, വയനാട്ടിലെത്തി വീണ്ടും വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയാവാനുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഇതൊക്കെ ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് BJP അടക്കമുള്ള നേതാക്കളൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലുള്ളവരെല്ലാവരും ഒരു ഈസി ജയം കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് നൽകുമ്പോഴും വയനാട്ടിലുള്ളവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു. രാഹുൽ ഗാന്ധിയെപ്പോലൊരാൾ വയനാട്ടിൽ നിന്ന് ജയിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവായി, നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷമായൊക്കെ ഇരിക്കുമ്പോൾ വയനാടിന് അതിനനുസരിച്ച് ഗുണങ്ങൾ കിട്ടുമെന്ന്. എന്നാൽ അതിനുള്ള ഗുണങ്ങളൊക്കെ വയനാടിന് ലഭിച്ചു എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ഏറെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഏറെ ശ്രദ്ധയുണ്ട്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് വയനാടുകാർ എത്ര ശതമാനം ഒരു സപ്പോർട്ട് നൽകുമെന്നതിന് ഒരു വലിയ ആകാംക്ഷയുമുണ്ട്. എന്തായാലും BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരത്തിലൊരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ തന്നെയായിരിക്കും BJP അവിടെ കൊണ്ടുവരിക എന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്രയധികം ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവല്ല അവിടെ എത്തിയെങ്കിലും കെ സുരേന്ദ്രനെ പോലെ കേരളത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു നേതാവിനും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയെ, ഒത്ത എതിരാളി എന്ന് നമുക്ക് നിസ്സംശയം പറയാം, കെ സുരേന്ദ്രനെ അവിടെ കൊണ്ടു നിർത്തുന്നു. പലപ്പോഴും പലരും പുച്ഛിച്ചും അല്ലെങ്കിൽ കളിയാക്കിയുമൊക്കെ കെ സുരേന്ദ്രനെയും BJPയും ഒക്കെ കേരളത്തിൽ തള്ളുമ്പോഴും BJPക്ക് അത്രയും പ്രാധാന്യം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടിയുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട് ഇത്തവണ ഒരു നല്ല വെല്ലുവിളി തന്നെയാണ്. പല മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ തളച്ചിടാൻ, ഉത്തരേന്ത്യയിൽ നിന്ന് മാറ്റി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇവിടെ മാത്രം തളച്ചിടാൻ വേണ്ടിയുള്ള BJPയുടെ നീക്കത്തിൻ്റെ പ്രധാനമായൊരു കാരണമാണ് ഈ സുരേന്ദ്രനെ അവിടെ നിർത്തുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ അതൊക്കെ മാറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ മണ്ഡലത്തിനും, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോകുന്ന MP-മാരൊന്നും അത്ര കാര്യമായി ഒരു മണ്ഡലത്തിനും നമുക്ക് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഇടുക്കി പോലുള്ള മണ്ഡലത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒത്ത എതിരാളികളില്ല എന്നുള്ളത് മാത്രമാണ് ഡീൻ കുര്യാക്കോസിന് വീണ്ടും ഒരു വിജയസാധ്യത നൽകപ്പെടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മികച്ച പോയിട്ടൊരു നല്ല MP എന്ന് പോയിട്ട് ഒരു ആവറേജ് MP എന്ന് പോലും പറയാനില്ല. ഞാൻ നോക്കിയിട്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു മണ്ഡലം പ്രസിഡൻ്റ് നിലവാരമൊക്കെ ഡീൻ കുര്യാക്കോസ് എന്ന MP-ക്കുള്ളൂ. പക്ഷേ എതിരാളികൾ ഇപ്പോൾ ജോയ്സ് ജോർജാണ് നല്ലൊരു MP ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ മൊത്തത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, അതിനപ്പുറത്തേക്ക് LDFിനോടുള്ള ജനങ്ങളുടെ ഒരു പൊതുവികാരം, ഇതൊക്കെ കൊണ്ട് ഇവിടെ സാധ്യത കൂടുതലും ഡീൻ കുര്യാക്കോസിനാണ്. പിന്നെ BJPക്ക് ഒരു നല്ല സ്ഥാനാർത്ഥിയില്ല എന്നതും ഇവിടെ വലിയ വോട്ട് ഷെയറിംഗ് വർദ്ധിപ്പിക്കുക, അവരുടെ ഉള്ള വോട്ട് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകുക എന്നത് മാത്രമേ അവർ ഇടുക്കിയെ സംബന്ധിച്ച് കണക്കാക്കുന്നു. അതുപോലെ തന്നെയാണ് അവഗണിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് വയനാട്. എന്നാൽ അവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർത്തുമ്പോൾ ഒരു ഈസി വേയിൽ ജയിച്ചു പോകാം എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്ന് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിറഞ്ഞു നിന്നിരുന്ന, വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു മണ്ഡലമൊക്കെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട്, അമേഠി പോലൊരു മണ്ഡലം വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം വയനാട് പോലൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒന്ന് ജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന മണ്ഡലം എന്ന നിലയിൽ വയനാടിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി MP ആയി എത്തുമ്പോൾ. പക്ഷേ സാധാരണ കേരളത്തിലെ മറ്റ് MP-മാരൊക്കെ മുടക്കിയ അത്രയും തുക പോലും വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ മുടക്കിയോ എന്നത് നമുക്ക് സംശയവുമാണ്. അപ്പോൾ വയനാടുകാർ ഇപ്പോഴും പല ഇൻ്റർവ്യൂവിലും നമ്മൾ കാണുന്നുണ്ട്, വയനാടുകാർ പറയുന്നത് അവർക്ക് അവരുടെ നാട്ടുകാരനായ ഒരു MP-യോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു MP-യോ, ഒരു വന്യമൃഗശല്യം എന്നത് ഒരു നിസ്സാരമായ വാക്കായിട്ടോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൊന്ന് മാറ്റി വെച്ച് അവരെ സംരക്ഷിക്കണമെന്നൊന്നുമല്ല അവർ ആവശ്യപ്പെടുന്നത്. കാരണം വനവും വന്യജീവി സങ്കേതങ്ങളുമൊക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു ജില്ലയാണ് ഈ വയനാട്. ഇടുക്കി പോലെ തന്നെ, ഇടുക്കിക്കും അതുപോലെ തന്നെയാണ്. വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് അവരെ നശിപ്പിച്ചുകൊണ്ടോ അവരെ കൊന്നൊടുക്കിക്കൊണ്ടോ ഞങ്ങൾക്കൊരു വികസനം ഉണ്ടാക്കി തരിക, ഞങ്ങൾക്കിവിടെ താമസിക്കാൻ അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഇവിടെ ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് വനഭൂമിയുണ്ട്. അവിടെ നമ്മുടെ വനവകുപ്പ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. പക്ഷേ അതൊക്കെ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? വന്യജീവികൾക്ക് ആവശ്യമുള്ള ഒരു സാഹചര്യങ്ങൾ, അവരുടെ കാട്, അവരുടെ വീടെന്ന് പറയുന്ന കാടാണല്ലോ, അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടോ? ഇതൊന്നും കൃത്യമായി
ഒരു ഭരണ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഒരു ഭരണാധിപന്മാരോ അന്വേഷിക്കുന്നുമില്ല, അതിനുള്ള നടപടികൾ നടത്തുന്നില്ല. ആരെങ്കിലും ആന ചവിട്ടി മരിക്കുമ്പോൾ സാധാരണ പോലെ തന്നെ അവരുടെ പേരിൽ ഒരു പുകിലുണ്ടാകുന്നു, അതോടെ ആ പ്രശ്നങ്ങളൊക്കെ കെട്ടഴിയുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ വയനാടിൻ്റെ വിഷയങ്ങളെന്നുള്ളത്. വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാലാകാലങ്ങളായി ഒരുപാട് ചരിത്രം, ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു നാട് കൂടിയാണ് വയനാട്. ആദിവാസി സമൂഹത്തിൻ്റെ, ഗോത്ര സമൂഹത്തിൻ്റെയൊക്കെ വലിയ പാരമ്പര്യങ്ങളുള്ള ഒരു നാട്. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് വളരെ വലുതുമാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ, ഒരു മുഖ്യ പ്രതിപക്ഷ നേതാവ് എത്തി നിൽക്കുമ്പോൾ, മത്സരിക്കാനായി എത്തി നിൽക്കുമ്പോൾ, ഈ പ്രാവശ്യവും അദ്ദേഹം അത് തന്നെയായിരിക്കാം. വയനാടുകാർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് രാഹുൽ ഗാന്ധി എന്ന ആൾക്ക് ഉയരാൻ കഴിഞ്ഞോ എന്നത് സംശയവുമാണ്. അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ നിന്നും ഒരു കൊട്ടു കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് വയനാടുകാർ ചിന്തിച്ചാൽ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ്റെ മുൻപിൽ ഒരു വിജയവാതിൽ തുറന്നു വരും. അതിൻ്റെ ഒരു സാധ്യതയും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.